ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ നമ്മൾ ഇന്നലെ നടന്ന ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിനും വലിയ സ്മോൾ ഒരു അനാലിസിസും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഡൗണും ആണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഒരുപാട് മാച്ചസ് നമുക്ക് എല്ലാ മാച്ചും കാണാൻ വേണ്ടി കഴിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഇപ്പോൾ ഒരു മാച്ച് ഇപ്പോൾ ഇന്നലെ നമ്മൾ സ്പെയിൻ ആൻഡ് വേൾഡിൻ്റെ മാച്ച് നമ്മൾ ലൈവ് ഇട്ടിരുന്നു. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ ഹൈലൈറ്റ്സും റിപ്പോർട്ട്സും മാത്രം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എല്ലാ മാച്ചും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. സോ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എല്ലതും ലൈവ് ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാൻ വേണ്ടി പറ്റും. കാരണം അല്ലാത്തപ്പോൾ 48 ടീംസ് ഉണ്ടല്ലോ, ഒരു ദിവസം 5 മാച്ചസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അത്രയും മാച്ച് ഒരിക്കലും നമ്മുടെ ഒരു ടൈം ലൈൻ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇന്നലത്തെ സ്പെയിൻ വേഴ്സസ് വേൾഡിൻ്റെ മാച്ച് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സിലെയും പോയിട്ടൊന്ന് കാണാം. കാരണം ഒരു 40കാരൻ നമ്മളെ ഒയിഞ്ഞോ, പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു, 40 വയസ്സുള്ള ഒയിഞ്ഞോ എന്ന വേൾഡിൻ്റെ ഗോൾ കീപ്പറിൻ്റെ ആ ഒരു എന്താ പറയുക, തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിൻ്റെ മുമ്പിൽ വീണ സ്പെയിനാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സ്പെയിൻ ഇന്നലെ ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് ആണ്. അവർ കുറച്ച് ഗോൾ കൂടുതൽ അടിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിക്ക് ഒരു എൻട്രി എല്ലാവരും അറിയിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ച അവർക്ക് അവരുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന ക്യാബോ വേർഡിൻ്റെ മുമ്പിൽ ഗോൾ രഹിത സമനിലയിൽ മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞത്. ഇന്നലത്തെ മാച്ചസിൽ തന്നെ ഇപ്പം ഇന്നലെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ, ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, സോറി. ഇപ്പം ഇന്നലത്തെ ആ ഒരു കളിൻ്റെ റെസ്പോൺസ് നമുക്ക് ഈ ടാബ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇന്നലെ സ്പെയിനെ സംബന്ധിച്ച് സ്പെയിന് അവരുടെ എല്ലാ രീതിയിലുള്ള അറ്റാക്കുകളും അവർ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടിയും ഒരു ഈസി മാച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് തോന്നുന്നുണ്ട്. ഒരു ഈസി മാച്ച് ആണ് പ്രതീക്ഷിച്ച് വന്നു എന്ന് പറയാൻ കാരണം അവർ ഒരു യൂഷ്വൽ ഒരു കൂൾ മൈൻഡിൽ പാസസും കാര്യങ്ങളൊക്കെ നടത്തി. ബട്ട് ഡിഫൻസിൻ്റെ അപ്പുറത്ത് കടക്കാൻ വേണ്ടി പറ്റുന്നില്ല. കടന്നു കഴിഞ്ഞാൽ പോലും അവിടെ ഒരു വൻമതിൽ പോലെ പിന്നെ അവരുടെ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. കാരണം ഒരു ഫസ്റ്റ് 20 മിനിറ്റ്സ് സെൻറ്ററിൽ കൂടെയാണ് അവർ അറ്റാക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തെന്നുണ്ടെങ്കിൽ പോലും അത് ഫെയിൽ ആയപ്പോൾ അവർ പിന്നെ വിങ്ങിൽ കൂടെ ആയിരുന്നു അതിൻ്റെ മാച്ചസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പറിൻ്റെ അടുത്ത് നിന്ന് അവർ ആ ഒരു ഏരിയ മറികടന്ന് പോകാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഓൾമോസ്റ്റ് 7 സേവാണ് ഒഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒറ്റ ഗെയിമിൽ നിർത്തത്. 7 സേവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒറ്റ ഗെയിമിൽ. അപ്പോൾ എത്രമാത്രം സ്പെയിന് ട്രൈ ചെയ്ത്, ബട്ട് അവർക്ക് അതിനു വേണ്ടി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൺ സെക്കൻഡ്, ഞാൻ ഒറ്റൊരു സാധനം കൂടി നിങ്ങൾ ആഡ് ചെയ്യാം. രണ്ടിലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചാറ്റ്സ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കും, ബട്ട് ഓരോ സമയം ഇങ്ങനെ മാറും. നല്ല നല്ല സംഭവങ്ങൾ റെഡിയാക്കി മീൻസ് സ്ട്രീമിങ് എത്രത്തോളം ആൾക്കാർക്ക് രസമാക്കി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു 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 ഹായിട്ടാണ് ഹായ് വന്നിരിക്കണോ ഇല്ലല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കിയിട്ട് ബ്രൗസിൽ എക്സിസ്റ്റിങ്ങിൽ ബ്രൗസർ തന്നെ പോയി നോക്കാം. ഇപ്പോൾ ഓക്കെ കാണുന്നത് തോന്നണു. എന്തെങ്കിലും കൂടെ സൈഡിൽ വെക്കാം, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ ആകുമ്പോൾ കിക്കിൽ വരുന്നതാണ്. യൂട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും റെഡിയാക്കാം, കാരണം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ട്രൈ ചെയ്യേണ്ടായിരുന്നു, ബട്ട് ആ ഒരു ഇതിനപ്പുറം പോകണില്ല. പിന്നെ മാത്രമല്ല ക്യാബ് വേർഡിൻ്റെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. അപ്പം അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫൗള് മാത്രമേ അവർ ഈ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഫൗൾസിൻ്റെ നോക്കുകയാണെങ്കിൽ വേൾഡ് ഒറ്റ ഫൗളേ ഉള്ളൂ, സ്പെയിൻ ആണെങ്കിൽ 10 ഫൗള്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂസ് ഉണ്ട്. ക്യാബോ വെർഡെ ഈ ഒറ്റ ഒന്നുണ്ട്, ഇത് നോക്കിയാൽ മതി.
Cabo Verde committed only one foul against Spain, a record low in a World Cup match since 1966. 1966 ശേഷം ഒരു ടീം കളിക്കുന്ന ഒരു നേട്ടമാണ്, മീൻസ് അവർ നേരിടുന്ന ഒരു നേട്ടമാണ്, ഒറ്റ ഫൗളേ ഉള്ളൂ. അപ്പം അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുട്ബോൾ എന്നുള്ള ആ ഒരു സ്പോർട്ടിൻ്റെ എത്രത്തോളം മാനതയോട് കളിക്കാൻ പറ്റും അത്രത്തോളമാണ് അവർ കളിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരുപാട് ടാക്ലിങ് ഉണ്ടായിരുന്നു. ടാക്ലിങ് അവർ നടത്തിയത് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടാക്ലിങ്. അതാണ് ആ ഒരു മാച്ചിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ്, ഇന്നലത്തെ മാച്ചിൻ്റെ മാൻ ഓഫ് ദ മാച്ച് തന്നെ ഒഴിഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോളോവേഴ്സ് അന്ന് മീൻസ് 50,000 താഴെയായിരുന്നു. ഇത് ആ സമയത്ത് ഫോട്ടോ എടുത്തപ്പോഴാണ്. ആ സമയത്ത് 50,000 താഴെയുള്ളത് ആ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ മുതൽ മില്യൺസ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ സമയത്ത് നോക്കുന്ന സമയത്ത് ഒഴിഞ്ഞ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് പറഞ്ഞത് 5.4 മില്യൺ ഫോളോവേഴ്സാണ്. അത് നിങ്ങളിപ്പോൾ ഇനി എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് കൂടിയിട്ടുണ്ടാവുള്ളൂ. ആ ഒരൊറ്റ മാച്ച് തന്നെ ആളെന്ത് ചെയ്തു, ഹീറോ ആയി. ഇപ്പോൾ നമ്മൾ വേർഡിൻ്റെ നമ്മുടെ സ്റ്റാറ്റ്സ് എന്തൊക്കെയാണെന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ആരും ഇറക്കാനില്ല സ്പെയിൻ. അവരുടെ സ്കോറിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ യമാൽ കുറച്ച് പരിക്കേറ്റിട്ട് ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് യമാലും ഇറങ്ങി. എല്ലാ പ്ലേയേഴ്സും ഇറങ്ങിയതിൻ്റെ ശേഷം സ്കോർ ചെയ്യാൻ പറ്റില്ല. പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രസം 62% പൊസിഷൻ ആരുടെ കയ്യിലുണ്ട്, സ്പെയിൻ്റെ കയ്യിലുണ്ട്. ബട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 ഷോട്ട്സ് സ്പെയിൻ അടിച്ചിട്ടുണ്ട്, കയറിയിട്ടില്ല ഒറ്റൊന്നും. അതുപോലെ തന്നെ വേർഡ് ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഓൾമോസ്റ്റ് ഒരു ഇൻ കേസ് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഡ്രോയിൽ വെക്കുക അതന്നെ ഒരു വിജയമാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്ട്രൈക്കേഴ്സിനെക്കാട്ടി കൂടുതൽ അവർ മിഡ്ഫീൽഡും ഡിഫൻസുമാണ് നോക്കിയിട്ടുള്ളത്. പാസസ് ആണെങ്കിൽ അടക്കം നോക്കിയാൽ മതി. സ്പെയിന് 764 പാസ് കൊടുത്തിട്ടുണ്ട്. വേർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും 275 പാസ് നോക്കിയിട്ടുള്ളൂ. സോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓഫ് സൈഡ്, ഇപ്പോൾ കോർണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 11 കോർണേഴ്സ് സ്പെയിന് കിട്ടിയിരിക്കുന്നത്, ഒരൊറ്റ ഒന്ന് പോലും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതാണ് ആ ഒരു മാച്ചിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. വേർഡ് ആണ് എന്ത് ചെയ്തത്, വൊയിഞ്ഞാണ് മാച്ചിൻ്റെ സ്റ്റാർ ആയിട്ടുള്ളത്. മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ ആ ലാസ്റ്റിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം 40 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി, ഇപ്പോൾ US വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. വിസൻ്റെ ഹൈ ചാർജസും ലാസ്റ്റ് മിനിറ്റിൽ ലീഗൽ പ്രോബ്ലം കാരണം കഴിഞ്ഞിട്ടില്ല. ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പമാണ് ആൾ വളർന്നത് എന്നുള്ളതൊക്കെ പറ്റി ചെറിയ ഇൻ്റർവ്യൂലൊക്കെ അദ്ദേഹം ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ആ മാച്ച് ആയിരുന്നു ലാസ്റ്റ് നടന്നത്. അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്ന മാച്ച് 3 മാച്ചസ് ആണ് പിന്നെ നടന്നത്. ബെൽജിയം ഈജിപ്ത് നടന്നു, ആ മാച്ച് 1-1 ഡ്രോ ആണ്. ഉറുഗ്വേ സൗദി അറേബ്യ നടന്നു, ആ മാച്ച് 1-1 ഡ്രോ ആണ്. പിന്നെ ഇറാനും ന്യൂസിലാൻഡും നടന്നു, അതും 1-1 ആണ്. 2-2 ആയിട്ടുള്ള ഡ്രോ ആണ്. ബെൽജിയം ആൻഡ് ഈജിപ്തിൻ്റെ മാച്ച് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഫൗളുകൊണ്ട് നിറഞ്ഞൊരു മാച്ച്, ഒരുമാതിരി കാളപ്പൂട്ടിന് പോയ അവസ്ഥയെന്ന് പോലെ മാച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തൊരു കളി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുക. കളി തുടങ്ങിയപ്പോൾ മുതൽ ഫൗൾ തുടങ്ങിയാണ്, ഒടുക്കത്തിലും ഫൗൾ തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ കാരണം ടാക്ലിംഗ് ഒക്കെ പറഞ്ഞാൽ ബോൾ കൊണ്ടുപോകാൻ കാലിന് ചവിട്ടുക, വേറെ അതിൽ വർത്തമാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ കേട്ടോ ഫൗൾസ് 15 ഫൗള് ഈജിപ്ത് ചെയ്തിരിക്കണേ, 15 ഫൗള് ബെൽജിയം ചെയ്തിട്ടുണ്ട്. ഫൗൾ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി പൊസിഷൻസൊക്കെ ഓൾമോസ്റ്റ് ഈക്വലാണ്. പാസസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഈക്വലാണ്. പാസിൻ്റെ ആക്യുറസി ഓൾമോസ്റ്റ് ഈക്വലാണ്. ഷോട്ടുകളും 14 ഷോട്ട് അങ്ങോട്ട്, 14 ഷോട്ട്, 15 ഷോട്ട് ബെൽജിയത്തിൻ്റെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ 1-1 ഗോളുകൾ മാറി. ഫസ്റ്റ് ഗോൾ ഈജിപ്താണ് അടിച്ചത്. പിന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അവസാനം 66ാമത്തെ മിനിറ്റിലാണ് ബെൽജിയം ഒരു ഗോൾ റിട്ടേൺ ഇട്ടത്. ഈ മാച്ചും ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഫൗള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ് വേർഡ് ഒറ്റ ഫൗള് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ഒരു മാച്ചിൽ തന്നെ 30 ഫൗള് വന്നിട്ടുണ്ട്. അത്രത്തോളം ഒരു എന്താ പറയുക ഒരു അഗ്രസീവ് കളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലെറ്റ്സ് അത് ആ ഒരു മാച്ച് ചെയ്തു ഡ്രോ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മാച്ച് ഉണ്ടായിരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുഗ്വേ ആൻഡ് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫസ്റ്റ് മാച്ച് നമ്മുടെ
അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് പോലെ ടോക്ക് ചെയ്തിട്ട് വന്ന ടീമാണ്. സോ ഇത്തവണ ഉറുഗ്വേനെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ മാച്ചിലാണെങ്കിൽ പോലും ഫസ്റ്റ് സ്കോർ ചെയ്തത് സൗദിയാണ്. 41ാമത്തെ മിനിറ്റിൽ അല്ലമേരി എന്ത് ചെയ്തു, സ്കോർ ചെയ്തു. പിന്നെ 80ാമത്തെ മിനിറ്റിലാണ് ഉറുഗ്വേ റിട്ടേൺ എന്ന് സ്കോർ ചെയ്യണത്. ഈ മാച്ചിന്റെ സംഭവം നോക്കുകയാണെങ്കിൽ തന്നെ ഉറുഗ്വേന്റെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ആക്യുറസി നോക്കുകയാണെങ്കിലും പൊസിഷൻ ആണെങ്കിലും നമ്പർ ഓഫ് ഷോട്ട്സ് ആണെങ്കിലും കോർണർ ആണെങ്കിലും ഒക്കെ ഉറുഗ്വേന്റെ അടുത്ത് തന്നെയാണ്. ബട്ട് ഡിഫൻസും കടന്ന് ഗോൾ കീപ്പറും കടന്ന് ഗോളാക്കാൻ വേണ്ടിയിട്ട് ഗോൾക്ക് പറ്റിയിട്ടില്ല. ഇതിൽ നോക്കിയാൽ കാണാം നമുക്ക് 27 ഷോട്ടുകൾ അടിച്ചാണ്, 1 കീരിയുള്ളൂ. ബാക്കി 26 പറ്റിയില്ല. അതിൽ തന്നെ ഷോട്ട് ഉണ്ടാക്കിയിട്ട് 10 ഉള്ളൂ. ആ 10-ൽ 1 കീരിയുള്ള 9 പോയിട്ടില്ല. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 65% പൊസിഷനും ഉറുഗ്വേന്റെ കയ്യിലാണ്. പാസ്സാണെങ്കിൽ 583 പാസസ് ചെയ്തു. അതിൽ 92% എന്താണ് ആക്യുറേറ്റ് പാസസ് ആണ്. ഏറ്റവും കൂടുതൽ ഫൗൾ ഇവിടെ ചെയ്യുന്നത് സൗദിയാണ്. പിന്നെ ഉറുഗ്വേ 6. അതുപോലെ തന്നെ 14 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ 14-ത്തിൽ 1 പോലും കയറ്റാൻ വേണ്ടിയിട്ട് ഉറുഗ്വേക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പോൾ ഇന്നലെ നടന്ന ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റും കൂടി ഇന്നലെ നടന്ന ഈ സൗദി ഉറുഗ്വേ, അത് കഴിഞ്ഞ് സ്പെയിൻ ആൻഡ് ക്യാപ്പ് വെർഡെ, ഈ 2 ഇതും ഡ്രോ ആയിട്ട് കൂടിയിട്ട് ഗ്രൂപ്പ് ഫുള്ള് 1-ലാണ്. അഗ്രിഗേറ്റ് ഇവിടെ ഒന്ന് നടന്നുകൊണ്ട് 1-1 ആയിട്ട് ആ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് അവർ ടോപ്പിലെത്തിയെന്നുള്ളൂ. ബാക്കിയൊക്കെ അതാണ് ആ ടീമിൻ്റെ ഗ്രൂപ്പിൻ്റെ അവസ്ഥ. ഗ്രൂപ്പ് എച്ച് എല്ലാം ഡ്രോയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ നടന്ന മത്സരമാണ് വേൾഡ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറ്റുനോക്കുന്ന ഒന്ന്, ഇറാൻ വേഴ്സസ് ന്യൂസിലാൻഡ്. ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇറാനെ സംബന്ധിച്ചിട്ട് അമേരിക്ക കൊടുത്ത US വെച്ചിരുന്ന മാച്ച് അമേരിക്കക്ക് കൊടുത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക, കളിക്കുക, പിന്നെ രാജ്യം വിടുക, അതല്ലാതെ അവിടെ നിൽക്കണ പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും ഒരു സ്ട്രെസ്സിലും പാനിക്, ആ ഒരു ടെൻഷനിലാണ് അവർ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. കളി തുടങ്ങി 7-ാം മിനിറ്റിൽ തന്നെ എലൈജ ജസ്റ്റ് എന്ത് ചെയ്തു, 7-ാം മിനിറ്റിൽ ഗോൾ ഇടുന്നുണ്ട്. 32ാമത്തെ മിനിറ്റിൽ തന്നെ ഇറാൻ റിട്ടേൺ അടിച്ചു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ 55ാമത്തെ മിനിറ്റിലാണ് ജസ്റ്റ് വീണ്ടും സ്കോർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മൊഹബി 64ാമത്തെ മിനിറ്റിൽ റിട്ടേൺ സ്കോർ ചെയ്തിട്ട് കളി എന്ത് ചെയ്തു, ഡ്രോലാക്കി. മാച്ചിൻ്റെ ഒരു സ്റ്റാറ്റ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇതിൽ വരാൻ വേണ്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ ഗോൾ സ്കോർ വന്ന പോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 50-50 ആയിട്ടാണ് ഷോട്ട്സിലാണെങ്കിലും പാസിൻ്റെ ആക്യുറസിയിലാണെങ്കിൽ പോലും. അതുപോലെ തന്നെ നമ്മുടെ പാസസ് ആണെങ്കിൽ പോലും പൊസിഷനിലെല്ലതും ഓൾമോസ്റ്റ് ഒരു 50-50 അവർ കളി തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും തോൽക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലല്ല, ജയിച്ചിട്ട് കാരണം വേൾഡ് എല്ലാവരും സ്പോർട്ടിലൂടെ അവർ ഒരു എന്താ പറയുക, ഒരു റിവെഞ്ച് നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ബെൽജിയം ആൻഡ് ഈജിപ്തിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും 1-1 ആണ് ഒക്കെ, കാരണം ഫുൾ ഡ്രോ ആണ്. ഇപ്രാവശ്യത്തെ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർണമെൻറ്റിൽ ഒരു ബിഗ് ഷോട്ട്സ്, ബിഗ് നെയിംസ് ഉള്ള ടീമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ടീമുകൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ സർപ്രൈസുകളും മിറാക്കിൾസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ മാച്ചിൻ്റെ അവസ്ഥയാണ് നല്ല രസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോണത്. കാരണം ഇന്നത്തതിൽ 5 മാച്ചാണ് ഇന്ന് ഫുള്ളായിട്ട്. ഇനി നെക്സ്റ്റ് 24 hours നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് മാച്ചസ്. അതിൽ ഫസ്റ്റത്തെ മാച്ച് ഫ്രാൻസ് സെനഗൽ. ഇന്ന് നമ്മുടെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി 12:30. ഓക്കെ, ടെക്നിക്കലി അല്ല, നോർമലി നമ്മൾ 24 hour കണക്കിൽ പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി 12:30ക്കാണ് ഫ്രാൻസ് ആൻഡ് സെനഗൽ മാച്ച് ചെയ്യുന്നത്. അതുപോലെ പിന്നെ വരുന്നത് ഇറാഖ് ആൻഡ് നോർവേ വരുന്നുണ്ട് 3:30. കഴിഞ്ഞ് പിന്നെയാണ് അർജന്റീന വേഴ്സസ് അൾജീരിയ, അത് നാളെ സുബൈ 6:00. പിന്നെ അൾജീരിയ ആൻഡ് ജോർദാൻ പിന്നെ വരുന്നത്, അത് എല്ലാവർക്കും നല്ലപോലെ നാളെ കാണാൻ പറ്റുന്നുണ്ട്, 10:30ക്കാണ്, രാത്രി 10:30 പോർച്ചുഗലും കോങ്കയും. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റ ഫ്രാൻസിനും കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ച അർജന്റീനക്കും ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോക്കും ഈ ഒരു വേൾഡ് കപ്പ് ഫസ്റ്റ് മാച്ച് തന്നെ ജയിച്ചിട്ട് ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും.
കാരണം എംബാപ്പൻ്റെ ഫ്രാൻസ് ആണെങ്കിലും മെസ്സിൻ്റെ അർജൻറ്റീന ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗൽ ആണെങ്കിലും ഒക്കെ വിജയിച്ചുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സും ഇവരൊക്കെ തന്നെയാണ്. അതും ക്രിസ്ത്യാനോ സംബന്ധിച്ച് ലാസ്റ്റ് വേൾഡ് കപ്പാണ് പ്രോബബ്ലി അല്ല ലാസ്റ്റ് വേൾഡ് കപ്പാണ് അദ്ദേഹത്തിന്. സോ എന്തെങ്കിലും തരത്തിലൊരു പെർഫോമൻസ് നടത്തി നല്ല രീതിയിൽ എന്ത് ചെയ്യാവുന്ന സ്കോറൊക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ സൂപ്പർ സ്ക്വാഡാണ്. അതുപോലെ തന്നെ അർജന്റീന പിന്നെ പറയേണ്ട ആവശ്യമില്ല, മെസ്സിനെ ചുറ്റിപ്പറ്റിയാണ് അവരെല്ലാവരും നടക്കുന്നത്. അവിടെ ഒരു അർജന്റീനെ സംബന്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി അവിടെ ഒരു ടോപ്പായിട്ട് ഒരു ഹയറാർക്കിയിൽ ടോപ്പാണെങ്കിലും അവിടെ അതിന് ചുറ്റിപ്പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ചിട്ട് ഒരു ഈഗോ പ്രോബ്ലം അവിടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എപ്പോഴും സ്കോഡ് നല്ലതാണെങ്കിൽ പോലും റൊണാൾഡോനെ ചുറ്റിപ്പറ്റി സ്കോർ ചെയ്യിപ്പിക്കുക, കളി വിന്നയിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാറില്ല. പറ്റപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഒറ്റ പുതിയൊരു സെൽഫിഷ് പരിപാടി നടത്തുന്ന സമയത്ത് സ്കോറിങ് അവിടെ നടക്കില്ല, മാച്ച് ഫെയിലാവും. ഫ്രാൻസ് ആണെങ്കിലും ഓവറോൾ ടോപ്പ് സ്കോറാണ് അവിടെ. അപ്പോൾ ഒരു ഈഗോ സെൽഫിഷ് അല്ലാതെ ടീമായിട്ട് കളിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായാലും ഇന്നത്തെ ആ ഒരു മാച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നതാവും. എന്തെങ്കിലും തരത്തിലുള്ള അപ്സെറ്റുകൾ ഉണ്ടാവുമോ, ഇപ്പോൾ നമ്മൾ ഇന്നലെ നടന്നൊക്കെ പോലത്തുള്ള അപ്സെറ്റുകൾ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കി നമുക്ക് കാണാം. ഏതായാലും വെയിറ്റ് ചെയ്യുക. ഇത് നമ്മൾ മിക്കവാറും നാളെ പോർച്ചുഗൽ കോങ്കോ ലൈവ് നമ്മൾ ഏതായാലും പോകും. അതുപോലെ തന്നെ പിന്നെ നമുക്കിത് പോകാനുള്ളത് ഫ്രാൻസ് ആൻഡ് സെനഗലാണ്. അത് രാത്രി 12:30ക്കാണ്. ലെറ്റ് മീ സീ. ഒന്നുകിൽ അർജന്റീന അൾജീരിയ മാച്ച് ആവും നമ്മൾ എടുക്കുക, അതല്ലെങ്കിൽ ഫ്രാൻസ് ആൻഡ് സെനഗൽ മാച്ച് ആവും നമ്മൾ ലൈവായിട്ട് പോവുക. ഏത് ലൈവാണ് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ചാറ്റിലാണെങ്കിൽ ചാറ്റിൽ ചെയ്യാം, അതല്ല യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതിനനുസരിച്ച് നമുക്ക് ലൈവ് എന്ത് ചെയ്യാം, ഏതാ പോകേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം അതിനനുസരിച്ചിട്ട്. കാരണം എല്ലാ ലൈവും എല്ലാ ദിവസത്തതും ഒരു ഒന്നിലേറെ മാച്ചസ് ലൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിലൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്രെയിം ആണെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് കാണുന്ന സമയത്ത് എത്രത്തോളം ഇത് ഭംഗിയിൽ പോകണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ കാണുന്ന സമയത്ത് കുറച്ചുകൂടി എൻഗേജ്മെൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഡ്ജറ്റ്സും കാര്യങ്ങളും എങ്ങനെ ആവും ആൾക്കാർ ഇത് കാണേണ്ടത് എന്നുള്ളതൊക്കെ ആ രീതിയിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അറിയിച്ചാൽ മതി. നമുക്ക് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത്. നിങ്ങൾ ഇന്നത്തെ മാച്ചിൽ ആരാവും ജയിക്കുക എന്നുള്ള കുറച്ച് തോട്ട്സും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അറിയിക്കൊണ്ട് നമുക്ക് പോർച്ചുഗൽ എന്ന് പറയുന്നുണ്ട്, മെസ്സി എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ 24 hours വെയിറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഇടയിലുള്ള മാച്ചസും കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റും ലൈവും ഒക്കെ നമ്മളുണ്ടാവും. ഏതായാലും ഈ ഒരു വേൾഡ് കപ്പ് സീസണിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം മാക്സിമം ഫോക്കസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊന്ന് ലൈക്ക് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ നോക്കാം. ഫ്രാൻസ് വിൽവില്ല നോക്കാം, നമുക്ക് ഫ്രാൻസ് ആണോ ആരാ ജയിക്കുക എന്നുള്ളതൊക്കെ നോക്കാം. കിക്കിലും യൂട്യൂബിലാണ് അറ്റ് ദ സെയിം ടൈം ലൈവ് പോണത്. യൂട്യൂബിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ കിക്കിൻ്റേത് വേർഡിക് ബൈ ആക്കിയെന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കയറിക്കാണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, വാച്ച് ചെയ്യുക. നമ്മുടെ കിക്കിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ റിക്കോദി RK എന്നാണ്, RICK. ഞാൻ ഇതിലെ വക്ത ടാബുകൾ ഇവിടെ കൊണ്ടുവരും. ആ സമയത്ത് എന്ത് ചെയ്യാം, നോക്കി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഓരോന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ വേൾഡ് കപ്പ് റെഡി ആക്കി ഞാൻ ജസ്റ്റ് ഇത് ഇനി സമയം പോണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഇട്ടാണ്. ഈ ഒരു ഇത് കണ്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് ഞാൻ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഈ വിഡ്ജറ്റ്സ് ഇപ്പോൾ നല്ല നല്ല വിഡ്ജറ്റ്സുകൾ റെഡി എങ്ങനെ എന്ത് ചെയ്യുക, സെർച്ചിലാണ് ഇപ്പോഴും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എൻഗേജ്മെൻ്റ് ആയിട്ട് ഇരിക്കണം എല്ലാതും എന്നുള്ളതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വൺസ് ഇതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ നല്ല എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വേൾഡ് ലൈവ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ബിഡ്ജറ്റ്സും കാര്യങ്ങളും റെഡി ആകുന്നുണ്ട്. വൺസ് അത് റെഡി ആയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി എൻഗേജ്മെൻ്റ് ആവും തോന്നുന്നു ലൈവും കാര്യങ്ങളൊക്കെ.
സോ ഇതെല്ലാം നമുക്ക് അടുത്ത ഇന്ന് മാക്സിമസ് ഫാൻസ് ആൻഡ് ഏത് ലൈവ് ആണെന്നുള്ളത് അറിയിക്കേണ്ട. അതിനനുസരിച്ചിട്ട് എല്ലാവരും ജോയിൻ ചെയ്യും, കാണുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ നേരിട്ടില്ല. ബൈ.